ിന്റെ നിർദ്ദേശമനുസരിച്ച് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നു എന്ന ഒരു വിഭാഗം. കോഴിക്കോടുണ്ടായിട്ടും ചാണ്ടി ഉമ്മൻ പരിപാടിയിൽ പങ്കെടുത്തതിൽ നേതൃത്വത്തിന് അതൃപ്തിയുമുണ്ട്. ടി സിദ്ദിഖ് ഷാഫി പറമ്പിൽ തർക്കമാണ് പ്രശ്ന കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ചാണ്ടി ഉമ്മന്റെ വാക്കുകളിലേക്ക്. ഞങ്ങൾ പാർട്ടി തീർത്തോളാം, ഞങ്ങൾ പാർട്ടി പറഞ്ഞോളാം. ഞങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഏറ്റ പരിപാടി MCCയിലെ KSUക്കാർ നടത്തുന്ന പരിപാടിയാണ്. അതിനുശേഷം മുക്കത്തൊരു പരിപാടി, വൈകിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു റാലി. ആ റാലിക്ക് വേണ്ടി ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ വരേണ്ട ആളാണ്. ഈ ഒരു പരിപാടി പെട്ടെന്ന് നിമിഷപ്രിയയുടെ കാര്യം വന്നുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് ക്ഷീണമുണ്ട്. എന്തായാലും വലിയ നിലയിലുള്ള ഗ്രൂപ്പ് യുദ്ധം കോൺഗ്രസിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാവരും സീറ്റ് ഉറപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗ്രൂപ്പ് പോര് ശക്തമാണ്. ചാണ്ടി ഉമ്മൻ പരിപാടിയിൽ പങ്കെടുത്തതും വിട്ടുനിന്നതുമൊക്കെ വലിയ വിവാദമാകുന്നുണ്ടല്ലോ. ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ദിസ്ന, കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് യുദ്ധം ഏത് നിലയിലാണ് ഇപ്പോൾ നമുക്ക് വിശദീകരിക്കാനാവുക? തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയമാണ്. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ ഗ്രൂപ്പ് പോര് സജീവമായിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് നടക്കേണ്ട യുവജന സമ്പർക്ക പരിപാടിയിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം മാധ്യമങ്ങളോട് ജില്ലയിൽ ഉണ്ടായിട്ടും ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത് ശരിയായില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അഭിപ്രായ പ്രകടനം നടത്തിയത് നമ്മൾ കണ്ടു. ഈ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ചാണ്ടി ഉമ്മന്റെ നിലവിലെ പരിപാടി. ചാണ്ടി ഉമ്മന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് രമ്യ ഹരിദാസ് ആണ് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്, അതുപ്രകാരം അവർ ഇവിടെ എത്തുകയും തന്നെ മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം രമ്യ ഹരിദാസിന്റെ ചിത്രം വെച്ചൊരു ബ്രോഷറും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ DCC ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ചാണ്ടി ഉമ്മന്റെ പോസ്റ്ററുകൾ വെച്ചുകൊണ്ടുള്ള പരിപാടിയുടെ ബ്രോഷറാണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ വിവാദം സൃഷ്ടിക്കുന്നത് എന്നൊരു മറുപടിയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ മലബാറിൽ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന ചാണ്ടി ഉമ്മനെ വിലക്കിയിട്ടുണ്ട് ഒരു വിഭാഗം എന്നൊരു ആരോപണവുമായാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത്. DCC പ്രസിഡന്റിന്റെ പ്രതികരണത്തിന് മറുപടി ആരാഞ്ഞപ്പോൾ അത് ഞങ്ങൾ പാർട്ടിയിൽ തീർത്തുകൊള്ളാം, DCCയിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് വരാം, അവിടെ വെച്ച് ഞങ്ങൾ അത് പറഞ്ഞു തീർത്തോളാം എന്നൊരു കാര്യം തന്നെയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ചാണ്ടി ഉമ്മനെതിരെ വലിയ രീതിയിലുള്ള ആരോപണവുമായാണ് നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും കോൺഗ്രസിനുള്ളിൽ വലിയ ഗ്രൂപ്പ് യുദ്ധം യുവ നേതാക്കൾക്കിടയിൽ തന്നെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്